ചേട്ടനിപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് ലൂബ്രിക്കൻ്റ് നല്ലോണം ലൂബ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റോഡ് ഭയങ്കര മോശമാണ്. ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഈ സാധനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടുഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ നായ ചങ്ങല പൊട്ടിച്ച് പോണ പോലെയാണ് വണ്ടിയുടെ സൗണ്ട്. ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്ക്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന വണ്ടി പരമാവധി സൗണ്ട് ഇല്ലാതിരിക്കുക. നമ്മൾ എത്ര ഓരോ ഇത് വരുമ്പോഴും കൊണ്ടുപോകും, ശരിയാക്കും. അതിപ്പോൾ മാറിയിട്ട് ഏറെക്കുറെ ഒരു 10,000 കിലോമീറ്റർ താഴെ കൊണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും അടുത്ത സൗണ്ട് വീണ്ടും മുന്തി. നമുക്കിത് എപ്പോഴും ലൂബ് ചെയ്യുക അങ്ങനെ. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ അറിയാലോ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഓയിലാണ് അവർ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതിനുള്ള പൊടിയും ചെളിയും കയറുന്നല്ലാതെ നമുക്ക് പിന്നെ അത്രയ്ക്കാണ് കെയർ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ കെയറിങ് കുറവാന്ന് പറഞ്ഞു അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, ഒരു ചോദ്യം കൂടി. നിങ്ങൾ ഇത് ലൂബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ഈ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഒരു സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ പോവുകയാണെങ്കിൽ എത്ര സമയം നിങ്ങളവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്? എത്ര രൂപ നിങ്ങളവിടെ ചാർജ് ചെയ്യാറുണ്ട്? 2000 ഞാൻ സർവീസ് സെൻ്ററിലാണ് ഞാൻ മാറിയിട്ടുള്ളത്. 2850 ചെയിൻ സ്പ്രോക്കറ്റിന് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പിന്നെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗിയർ ഓയിൽ 90 അത് ഞാൻ തന്നെ ലൂബ് ചെയ്യായിരുന്നു. പിന്നെ ജോലിക്ക് പോകുമ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് ചെയ്യലാണ് പതിവ്. അപ്പോൾ എന്തിനായാലും നമ്മളൊരു സമയം അതിന് വേണ്ടിയിട്ട് കളയുന്നത്, ഇത്തിരി സമയമാണെങ്കിൽ അത് വേണം. അത് നമ്മൾ അറിയാണ്ട് തന്നെ അതോടെ പോകുന്നുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മളുടെ BS6 അതുപോലെ BS4 മോഡലിലേക്കുള്ള ബെൽറ്റ് ഡ്രൈവിൻ്റെ, നമ്മുടെ ടെക്നിക്സ് പെർഫോമൻസ് ബെൽറ്റ് ഡ്രൈവിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ്. ഇത് നമ്മൾ ഈ ഒരു എഞ്ചിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പുതിയ വണ്ടി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള ഒരു ഫിക്സിങ് പ്രൊസീജിയറാണ്. അതായത് വേറൊരു ഓൾട്രേഷനും ഇല്ല, ഡയറക്റ്റ് ഫിറ്റാണ്. ഇതിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, ചെയിൻ സ്പ്രോക്കറ്റിൽ വീതി കുറവായിരിക്കും, പക്ഷേ ബെൽറ്റിൻ്റെ പുള്ളി എന്ന് പറഞ്ഞാൽ വീതി കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതിൽ വീതി കൂടുതലാണ് ഇതിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്ക് സൈഡ് ഇതിപ്പോൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഈ ബെൽറ്റ് ഗൈഡ് ചെയ്ത് ഓടാവുന്ന ഒരു പ്ലേറ്റാണ് ഇതിനെ ഫ്ലാഞ്ച് എന്നാണ് പറയുക.
അപ്പോൾ ഈ ഫ്ലാഞ്ചും എപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കും ബെൽറ്റ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് ഈ ബെൽറ്റിനെ ഗൈഡ് ചെയ്യുന്നത്, അലൈൻമെൻറ്റിൽ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ഫ്ലാഞ്ചിന് വലിയ റോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫിറ്റിങ്ങിൽ നമുക്കൊരു ചെറിയ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിൻ്റെ ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു 2 റിബ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ചെറിയ വീതിയുള്ളൊരു റിബ്. അപ്പോൾ ഈ റിബിൻ്റെ അവിടെ ഇതിൻ്റെ ഈ എഡ്ജ്, ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഈ എഡ്ജ് വന്നിട്ട് ഇവിടെ കോണ്ടാക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ സമയത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീതി മാത്രം, അതായത് ഇപ്പോൾ ഈ സ്പ്രോക്കറ്റിൻ്റെ ഈ വീതി കാണാൻ പറ്റും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് വന്നിട്ടാണ് ഈ വീതിയുടെ അത്രയ്ക്ക് ഏരിയ നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ആ ടീത്തിൻ്റെ ഏരിയയും ആ റിബിൻ്റെ ഏരിയയും വളരെ അടുത്ത് വരുന്നൊരു ഏരിയ ഉണ്ട്. അത്രയും ഭാഗം മാത്രം ഒരു ചെറിയ ഡെപ്തിൽ, ലൈക്ക് ഒരു 3 mm ഡെപ്തിലേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഷേവ് ചെയ്ത് കൊടുക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാന്ന് പറയും, ആ റിബിൻ്റെ ഏരിയ മാത്രം. അപ്പോൾ നമ്മുടെ എംടെക്നിക്സ് പെർഫോമൻസ് ഹൈ പെർഫോമൻസ് ഡ്രൈവിലുള്ള ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴുള്ള ഈ ഗ്രൈൻഡിങ് പ്രൊസീജിയർ വന്നിട്ട് ഓൺലി അപ്ലിക്കബിൾ ഫോർ BS6 മോഡലും BS4 മോഡൽസിലും മാത്രമാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള J സീരീസ് എഞ്ചിനിലുള്ള പുതിയ മീറ്റിയോർ, അതുപോലെ റീബോൺ 350, ഹണ്ടർ, സൂപ്പർ മീറ്റിയോർ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റർസെപ്റ്റർ, അതിനൊന്നും ഗ്രൈൻഡിങ് എന്നുള്ളൊരു സംഭവം വരുന്നില്ല. ഈ ഒരു മോഡൽ, ഈ ഒരു എഞ്ചിൻ്റെ മാത്രം ഒരു പോർഷനിലുള്ള ഈ ചെറിയ റിബിൻ്റെ ഒരു തടസ്സം, അത് ഈ വീതി കൂടുതലുള്ള സ്പ്രോക്കറ്റ് കയറണമെങ്കിൽ നമ്മൾക്ക് ആ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ ആ സ്പേസ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് വേറെ എഞ്ചിനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തോ അതിൻ്റെ കൺസ്ട്രക്ഷനോ ഒന്നും വീക്കാക്കുന്നില്ല. ആ എഞ്ചിനീയറിങ്ങിനോ ഒന്നും നമുക്ക് തടസ്സം വരുത്തുന്നില്ല. തിരിച്ച് നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ആർക്കെങ്കിലും തോന്നിയിട്ട് മാറേണ്ടി വന്നാൽ ഒരിക്കലും വരില്ല. കാരണം ചെയിൻ സ്പ്രോക്കറ്റിലേക്ക് തിരിച്ചു പോകാമെന്ന ഒരു കാര്യം ബെൽറ്റിൽ നിന്ന് ഒരിക്കലും വരാൻ പോകുന്ന ഒരു കാര്യം, ഇറ്റ്സ് വെരി ഹാർഡ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ പോകേണ്ടി വന്നാൽ, സപ്പോസ് ഇപ്പോൾ വിൽക്കേണ്ടി വന്നാൽ, എനിക്ക് ഇത് ഊരി വെച്ചിട്ട് എനിക്ക് ചെയിൻ സ്പ്രോക്കറ്റിൽ വിൽക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ വേണമെങ്കിൽ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും ഇതൊരു തടസ്സമല്ല, ഈ ഗ്രൈൻഡിങ് ചെയ്തൊരു തടസ്സമായി മാറുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെയിൻ സ്പ്രോക്കറ്റിലുണ്ടായിരുന്ന എല്ലാ എന്താ പറയുക ഗ്രീസി ഓയിൽ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഫിക്സിങ് പ്രൊസീജിയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ഈ മോഡലിലേക്ക് BS6 BS4 ഈ എൻജിൻ സീരീസിലേക്കുള്ള നമ്മളുടെ ഹൈ പെർഫോമൻസ് കിറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ട് നമുക്ക് ഗ്രൈൻഡിങ് കാണിച്ചു തരാം. എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്, എത്ര ഏരിയ ആണ് അത് ഗ്രൈൻഡ് ചെയ്ത് പോകേണ്ടത്, എത്ര ഡെപ്താണ് അത് പോകേണ്ടത്, വളരെ സിമ്പിളാണ്, കാണിച്ചു തരാം. ഈ റിബ് സ്റ്റിൽ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ റിബിൻ്റെ കുറച്ചൊരു ഏരിയ, ഒരു കഷ്ടി വരാണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററോളം നിയർലി നീളത്തിലാണ് രണ്ടിൻ്റെ പോർഷനും, ഒരു 3 mm ഡെപ്തിലേക്കാണ് ഒരേപോലെ. അത് കറക്റ്റ് നമ്മൾ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഈ ഏരിയ, ഈ വിഡ്ത്തിൻ്റെ ഇത്രയും ഏരിയ, അത് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററോളമാണ്. അപ്പോൾ അത് വന്നിട്ട് കറക്റ്റ് അവിടെ കോയിൻസ് ആയിട്ട് നിൽക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ടായിട്ട് സേഫായിട്ട് ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് സ്പ്രോക്കറ്റ് നമ്മൾ ആ ഗ്രൈൻഡിങ്ങിൻ്റെ ഒരു പോർഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ ഇത് ടച്ച് ചെയ്യാത്തത്, നമ്മൾ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് കൈ കൊണ്ട് തിരിച്ചു നോക്കാൻ പറയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം
തിരിക്കുമ്പോൾ ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രണ്ട് സ്പ്രോക്കറ്റ് അഴിച്ചിട്ട് എവിടെയാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ തിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മാർക്ക് വീഴും. ബാക്ക്ഗ്രൗണ്ടിൽ ഏത് പോർഷനാണ് കോണ്ടാക്റ്റ് വരുന്നത് എന്നുള്ളത് ഒരു മാർക്ക് വീഴും. അപ്പോൾ ആ മാർക്കിൻ്റെ ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്ത് അതൊരു 1 mm മാക്സിമം ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഫ്രീ ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ലോക്ക് വാഷറാണ് പിന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ മെയിൻ നട്ട് വലിയ 32 mm സൈസിൻ്റെ ആ നട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഈ പോർഷൻ കംപ്ലീറ്റ് ക്ലീനാണ്. നമ്മൾ ഓൾറെഡി ചെയിൻ സ്പ്രോക്കറ്റിൽ ഉണ്ടായിരുന്ന ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് ഗ്രൈൻഡിങ് തുടങ്ങിയതിന് ശേഷം ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ ലോക്ക് വാഷർ, പിന്നെ ഫൈനലി ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ വലിയ നട്ട് അത് ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ റോയൽ എൻഫീൽഡ് സ്പെസിഫൈ ചെയ്യുന്ന അതേ ടോർക്ക് തന്നെ ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം ലോക്ക് വാഷർ ബെൻഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഫ്യൂച്ചർ റണ്ണിങ്ങിൽ തന്നെ ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ലോക്ക് വാഷർ മാറേണ്ടതാണെങ്കിൽ മാറിയിരിക്കണം. അതൊരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് കേസിങ് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. ഈ കേസ് അഴിക്കുമ്പോൾ തന്നെ ഒരു പേപ്പർ ഗ്യാസ്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫോമിലുണ്ടാകും. നമ്മളത് അഴിക്കുന്ന സമയത്ത് പഴയ ഗ്യാസ്കറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ മാറ്റിയിരിക്കണം. മാറ്റുമ്പോൾ യൂസ് ഓൺലി റോയൽ എൻഫീൽഡ് ജെന്യുവിൻ സ്പെയർ പാർട്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസ് ഗ്യാസ്കറ്റിൻ്റെ ഒരു കവർ. ഇത് നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഒരു ചെറുതായിട്ട് ഇതിൻ്റെ സർഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ സർഫേസ് നല്ല ക്ലീൻ ആയിക്കൊണ്ട്, അതായത് കേസ് കവറും അതുപോലെ എൻജിൻ കേസിൻ്റെ സൈഡിലത്തെ കവറും നല്ല രീതിയിൽ സർഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് നല്ല ഓയിലും കാര്യങ്ങളൊക്കെ 2 സൈഡിലും ഒരേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് വയ്ക്കുക. അവിടെ ആദ്യം ഈ ഗ്യാസ്കറ്റിൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തു. പിന്നെ ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് തന്നെ ഇത് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ ആഴത്തിലുള്ള ടെക്നിക്കൽ നോളജ് കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഒരു സാധാരണ കസ്റ്റമർക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ തോന്നുന്നു നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പേഴ്സ് ഉണ്ട്, സെയിൽസിൻ്റെ തന്നെ നമ്പേഴ്സ് ഉണ്ട്. ഏത് രീതിയിലും ഫീൽ ഫ്രീ ടു കോൺടാക്റ്റ് അസ്. സാധാരണ ഈ കേസ് കവർ അഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം ഡേർട്ടി ആയിരിക്കും അഴിക്കണ സമയത്ത്. കാരണം ഈ ഓയിലുള്ള ലൂബ്രിക്കൻസും ഡേർട്ടും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, ഈ കവർ അഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഷിഫ്റ്ററിൻ്റെ ഒരു ബുഷുണ്ട്, ഒരു സ്പേസറുണ്ട്, പ്ലാസ്റ്റിക് സ്പേസറാണ് ഈ സംഭവം. അത് ഇവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. നമ്മൾ കേസ് അഴിക്കണ വശം ഇവനെങ്കിൽ പതുക്കെ ഊരിയിട്ട് നമ്മൾ ഏതാണോ ഡ്രെയിൻ ചെയ്യണോ ഓയിലേക്കൊക്കെ വീഴും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറ്റുമ്പോൾ സാധാരണ എല്ലാവർക്കും ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് തവണ മിസ്റ്റേക്ക്. ഈ ഒരു സ്പേസർ മറക്കാണ്ട് ഇൻസേർട്ട് ചെയ്യുക. ഇത് ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഗിയർ സ്പേസർ മറക്കരുത്. ഇനി നമുക്ക് കേസ് കവർ ഫിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻജിൻ കേസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഈ കേസ് കവറിൻ്റെയും ഈ കോണ്ടാക്റ്റ് ഗ്യാസ്കറ്റിനും വരുന്ന കോണ്ടാക്റ്റ് ഏരിയ നല്ല പക്ക ക്ലീനാക്കി ഒരു തരി പോലും ലീക്കിന് സാധ്യതയില്ലാത്ത വിശ്വാസത്തിൽ കയറ്റുക. ഓക്കെ, നമ്മളുടെ ഈ കേബിൾ കറക്റ്റായിട്ട് മൗണ്ട് ചെയ്ത് പ്ലേസ് ചെയ്തു. പിന്നെയുള്ള നമ്മുടെ ബ്രീത്തർ ഹോസ് ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാമ്പ് ക്ലിപ്പ് ചെയ്ത് ജസ്റ്റ് ബാക്കിലേക്ക് വയ്ക്കുക. കാരണം ഇത് ഭയങ്കര ഷാർപ്പ് എഡ്ജാണ്. കാരണം നമ്മളിപ്പോൾ എപ്പോഴും കാലോ മറ്റു കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോൾ കട്ടാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഷാർപ്പ് എഡ്ജ് അതിന് ബാക്കിലേക്ക് വയ്ക്കുക. സോ ഈ ഏരിയ നല്ല പക്കയായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നമ്മൾ കിക്കർ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യാം. അതുപോലെ ഫുഡ് റെസ്റ്റ്
ടെക്നിക്സ് ബെൽറ്റ് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള BS4 വണ്ടിയാണിത്. അപ്പോൾ നമ്മളുടെ ജോബ് കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമ്മളുടെ ഈ വണ്ടിയുടെ ഓണർ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യത്യാസം. ചെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു കസ്റ്റമർക്ക് ഫീൽ ചെയ്യുന്ന ആദ്യത്തെ ഡ്രൈവിൽ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അനിൽ സാർ, നിങ്ങൾ ഇവിടെ വന്നതിന് നന്ദി. ഈ റീപ്ലേസ്മെൻറ്റിന് നമ്മളുടെ കൂടെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ കൂടുതലാനും വലിയ നന്ദി. എന്താണ് തോന്നിയത് നിങ്ങളുടെ ഫസ്റ്റ് റൈഡിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം? ഈ വോയിസ് കണ്ട നല്ല വോയിസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നല്ല സ്മൂത്തായി. അതുപോലെ തന്നെ വൈബ്രേഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും. കാരണം ഈ വണ്ടിക്ക് ഒരു മുമ്പേ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, ഒരു ഇത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ചേച്ചിലേക്ക് വരും, ഹാൻഡിലേക്ക് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ വൈബ്രേഷനിൽ ശരിക്കും ഒരു കുറവ് തോന്നിയിട്ടുണ്ട് അല്ലേ? നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചെയിൻ്റെ ഒരു സൗണ്ട് പോയപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യണം. ഓക്കെ, മൊത്തത്തിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ വർക്കിലും. ഇപ്പോൾ ഈ മെറ്റീരിയലിന്റെ കേസിലാണെങ്കിലും ശരി, പ്രൊഡക്റ്റും നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ സാറ്റിസ്ഫൈഡ്. ശരി, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ബെൽറ്റ് ഡ്രൈവിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് മെക്കാനിക്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസൾട്ടിങ് പേഴ്സൻ്റെ അടുത്തോ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം ഉണ്ടാവുമെന്നോ, എന്തെങ്കിലും വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവോ, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? എനിക്ക് സംശയങ്ങൾ അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണ്ടായിരുന്നില്ല. ഒരു പുതിയ സംഭവം പരീക്ഷിക്കണം എന്നുള്ളൊരു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടത് അതുവഴിയാണ് നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടത്. ശരി. അപ്പോൾ അതിൽ നിങ്ങളുടെ പാർട്ട്ണർ മറ്റേ ജെയ്സൺ ആളിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിയത്. അപ്പോൾ ഇതൊരു വലിയ കൺവേർഷനാണ് ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. ചെയിനിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം ഇനി ബെൽറ്റിലേക്കാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് ബെൽറ്റിലേക്കുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റൈഡിൽ എല്ലാ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും അതുപോലുള്ള എല്ലാ ഹാപ്പിനെസ്സും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.